السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله والعاقبة للمتقين أما بعد. ലമദ് സ്വലാത്ത് ഗ്രൂപ്പിലുള്ള മെമ്പർമാർ, ഈ ശബ്ദം ശ്രവിക്കുന്ന മറ്റു സഹോദരന്മാർ, സഹോദരിമാർ, മഹ്ലറത്തുൻ നസീഹ എന്ന പേരിൽ സുന്നത്ത് ജമാഅത്തിൻ്റെ നേതാക്കളും സാദാത്തുക്കളും പണ്ഡിതന്മാരും നൽകുന്ന നസീഹത്തിൻ്റെ ഭാഗമായി അൽഹംദുലില്ലാഹ് വളരെ ഭംഗിയായി ഈ മഹ്ലറത്തുൻ നസീഹ നടക്കുകയാണ്. പല ഉസ്താദുമാരുടെയും ഉപദേശങ്ങളും ക്ലാസ്സുകളും കേൾക്കാനും പകർത്താനും നമുക്ക് ഭാഗ്യം ലഭിക്കുന്നു. അല്ലാഹു തആല നമ്മുടെ എല്ലാ സദസ്സുകളും നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. സുന്നത്ത് ജമാഅത്തിൻ്റെ സ്ഥാപനങ്ങളെ അകമഴിഞ്ഞ് സഹായിച്ചു കൊണ്ടിരിക്കുന്ന ഈ ലമദ് ഗ്രൂപ്പ്, ഇതിൻ്റെ അഡ്മിന്മാർ, മെമ്പർമാർ, പ്രചാരകർ, പ്രവർത്തകർ, രണ്ട് ലോകത്തും അല്ലാഹു തആല അവർക്ക് ഖൈറും ബർക്കത്തും റാഹത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇത്തരം സൽപ്രവർത്തനങ്ങൾ നടത്തുന്നതും നല്ല മജ്ലിസുകൾ സംഘടിപ്പിക്കുന്നതുമൊക്കെ അള്ളാഹുവിൻ്റെ പ്രീതി ലഭിക്കാൻ വേണ്ടി മാത്രമാണ്. സുന്നത്ത് ജമാഅത്തിൻ്റെ സ്ഥാപനങ്ങളെ സ്നേഹിച്ച് ഓരോ സ്ഥാപനങ്ങളെ വേറിട്ട് അതാത് സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ വലിയ വലിയ സഹായങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് നൽകുന്നത് പടച്ച റബ്ബിൻ്റെ പ്രീതിക്ക് വേണ്ടി മാത്രമാണ്. അല്ലാഹു തആല ആ നിലയിൽ നമ്മുടെ സ്വതക്കകളും സഹായങ്ങളും സഹകരണങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. ഒരു വിശ്വാസിക്ക് വിജയം ലഭിക്കുന്നത് മഹാന്മാർ പറഞ്ഞത് പ്രധാനപ്പെട്ട ഏതാനും ചില സ്വഭാവ ഗുണങ്ങൾ അവനിൽ ഉണ്ടാകുമ്പോഴാണ്. ആ സ്വഭാവങ്ങളെല്ലാം വിശ്വാസിയിൽ കണ്ടാൽ അവന് വിജയമുണ്ട് എന്ന് നമുക്ക് തീർത്തു പറയാൻ സാധിക്കും. അതിലൊന്ന് അയ്യകൂന സാഹിദൻ ഫിദ്ദുന്യ വറാഗിബം ഫിൽ ആഖിറ. ഐഹിക ജീവിതത്തിലുള്ള സുഖങ്ങളും അനുഗ്രഹങ്ങളും അതിൽ ചിന്തിച്ച് അതിലാലോചിച്ച് സമയം കളയുന്നതിനു പകരം ആഖിറത്തിലേക്ക് ഫലപ്രദമായ ഉപകാരപ്രദമായ നല്ല വിഷയങ്ങളിൽ ചിന്തിക്കുകയും പരലോകമോക്ഷം പ്രതീക്ഷിക്കുകയും അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിക്കുകയും ചെയ്തുകൊണ്ടുള്ള ജീവിതം, ഇതാണ് ഒരു മനുഷ്യൻ്റെ വിജയത്തിൻ്റെ പ്രധാനപ്പെട്ട അടയാളം. സുഹൃദ് ഉള്ള വ്യക്തിയായി ജീവിക്കുക. സുഹൃദ് എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അത് വിശദീകരിച്ചത് നമുക്ക് കാണാൻ കഴിയും. വസ്ഹദ് വദാ ഫഖുദുൻ ഇലാഖത ഖൽബിക ബിൽ മാലി ലാ ഫഖുദുൻ ലഹു തകു അൽഖല. ഓ പ്രിയപ്പെട്ട മനുഷ്യ, നീ സാഹിദായിക്കോ, പ്രപഞ്ചത്യാഗിയായി ജീവിച്ചോ. ദുന്യാവിനോടുള്ള ഭ്രമം, അമിതമായ താൽപ്പര്യം, അതിനോടുള്ള പ്രേമം വിട്ട് നീ ജീവിക്കുക. സുഹൃദ് എന്ന് പറഞ്ഞാൽ വദാ ഫഖുദുൻ ഇലാഖത ഖൽബിക ബിൽ മാലി, സ്വത്തിനോട്, സമ്പത്തിനോട്, ദുന്യാവിലുള്ള മറ്റു സുഖ സൗകര്യങ്ങളോട് നിൻ്റെ മനസ്സിന് അഭേദ്യമായ ബന്ധം ഇല്ലാതിരിക്കുക എന്നതാണ്. തീരെ സ്വത്തില്ലാതെ, സമ്പത്തില്ലാതെ, ദരിദ്രനായി, പാപ്പറായി ജീവിക്കുക എന്നല്ല. സമ്പത്തുണ്ടായാലും സൗകര്യങ്ങളുണ്ടായാലും മറ്റ് എന്ത് അനുഗ്രഹങ്ങളുണ്ടായാലും ദുന്യാവിലെ വിഷയങ്ങളായതുകൊണ്ട് അതിനുവേണ്ടി തല കൊടുക്കാതെ, ചിന്തിക്കാതെ, എല്ലാ സമയത്തും അതിനുവേണ്ടി പ്രവർത്തിക്കാതെ ആഖിറത്തിലേക്ക്
പ്രയോജനപ്പെടുന്ന വിഷയങ്ങളിൽ വ്യാപൃതനാവുക. വറാഗിബം ഫിൽ ആഖിറ. രണ്ടാമതായി മഹാന്മാർ പറയുന്നത് അൻ തകൂന ഹിമ്മത്തുഹു ഫിൽ ഇബാദത്തി വ തിലാവത്തിൽ ഖുർആൻ. വിശ്വാസിയുടെ ശ്രദ്ധ, അവൻ്റെ സമയം, അവൻ്റെ മനോവീര്യം, അവൻ്റെ മനക്കരുത്ത് ആരാധനയിലും ഖുർആൻ പാരായണത്തിലും ആവണം. തിലാവത്തുൽ ഖുർആൻ വലിയ പുണ്യമുള്ള ഇബാദത്താണ്. നമ്മെ അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത്. ആരാധനയിൽ ഏറ്റവും ശ്രേഷ്ഠമായത് നിസ്കാരമാണ്. അതുപോലെ മറ്റു ആരാധനയുടെ വകുപ്പുകൾ ധാരാളമുണ്ട്. ദുആ, നസീഹത്തുകളൊക്കെ നടത്തി മജ്ലിസുകളിലൊക്കെ പങ്കെടുത്ത് കൂട്ടമായി നമ്മൾ നടത്തുന്ന ദുആ, സ്വന്തമായി നിസ്കാരങ്ങളുടെയും മറ്റും പുറകിൽ നടത്തുന്ന ദുആകൾ, ഇത് വലിയ ഇബാദത്താണ്. അദ്ദുആഉ ഹുവൽ ഇബാദ. ദുആ അത് ആരാധനയാണ്. ആരാധനയുടെ ഏറ്റവും വലിയ കാതലാണ് ദുആ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല നമ്മളോട് നിർദ്ദേശിക്കുന്നുണ്ട്, ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ദുആ ചെയ്യൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാം. ഈ നിലയിലാവണം നമ്മുടെ ദുആ. മഹാന്മാർ പറഞ്ഞു, ഒരു മനുഷ്യൻ നടത്തുന്ന ദുആ അല്ലാഹുവിൽ നിന്ന് ചോദിച്ച് വാങ്ങൽ അല്ല. അല്ലാഹുവിൽ നിന്ന് കിട്ടണം, ലഭിക്കണം, സാധ്യമാകണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ആരും ദുആ ചെയ്യാൻ പാടില്ല. സൂഫിയത്ത് പഠിപ്പിക്കുന്നു, സൂഫിയാക്കൾ പഠിപ്പിക്കുകയാണ്, മറിച്ച് ദുആ ചെയ്യേണ്ടത് അല്ലാഹു എന്നോട് ദുആ ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടു, ദുആ കൊണ്ട് കൽപ്പിക്കപ്പെട്ട അടിമയാണ് ഞാൻ, എന്നോട് കൽപ്പിച്ചത് ഉടമയായ അല്ലാഹുവാണ്. ഉടമയായ അല്ലാഹുവിൻ്റെ കൽപ്പന അനുസരിക്കൽ അടിമയുടെ ബാധ്യതയാണ്. ആ അടിസ്ഥാനത്തിലാണ് നമ്മളൊക്കെ ദുആ ചെയ്യേണ്ടത്. അല്ലാഹു തആല നമ്മൾ അർത്ഥിക്കുന്ന, ചോദിക്കുന്ന വിഷയങ്ങൾക്ക് ആ സ്പോട്ടിൽ തന്നെ ഫലം നൽകി എന്ന് വരാം, ചിലപ്പോൾ ഒരാഴ്ച പിന്തി എന്ന് വരാം, ചിലപ്പോൾ മാസങ്ങൾ പിന്നിട്ടു എന്ന് വരാം. ഒരു പക്ഷേ നമ്മൾ ചെയ്ത ദുആഇന് തീരെ ദുന്യാവിൽ വെച്ചുകൊണ്ട് ഫലം കണ്ടില്ലെന്ന് വരാം. ഒരു അടിമ അള്ളാഹുവിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത്, അള്ളാഹു എന്നോട് എന്തൊക്കെ കൽപ്പിച്ചു, നിർദ്ദേശിച്ചു, ആ കാര്യങ്ങൾ നിർവഹിക്കുക മാത്രമാണ് ഞാൻ ചെയ്യേണ്ടത്. ഈ അർത്ഥത്തിലാണ് നമ്മൾ ദുആ ചെയ്യേണ്ടത്. ചോദിച്ച് ധാരാളം പ്രാർത്ഥിച്ചിട്ട് ലഭിച്ചില്ല, രോഗങ്ങൾ മാറിയില്ല, കടങ്ങൾ വീടിയില്ല, ഉദ്ദേശപൂർത്തീകരണം ലഭിച്ചില്ല എന്ന് പറഞ്ഞ് പരിതപിക്കുന്നതിന് പകരം അള്ളാഹുമായിട്ട് അത്തരക്കാർ അടുക്കുകയല്ല, അകലുകയാണ് ചെയ്യുന്നത്. കാരണം ഒരു അടിമ അവനെ സൃഷ്ടിക്കുന്നതിൻ്റെ എത്രയോ വർഷങ്ങൾക്ക് മുൻപ്, എത്രയോ കാലങ്ങൾക്ക് മുമ്പ് അല്ലാഹു തആല അവനെ സൃഷ്ടിക്കുന്നതിനെ സംബന്ധിച്ചും അവനിക്ക് നൽകേണ്ട വിഷയങ്ങളെ സംബന്ധിച്ചും അവനിക്ക് ഖൈറായ വിഷയങ്ങളെ സംബന്ധിച്ചൊക്കെ നേരത്തെ അല്ലാഹു തആല തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലാഹു തആല കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന ചിന്ത, ഇത്തരം ചിന്തയുള്ള, ഞാൻ ചോദിച്ചിട്ട് ലഭിച്ചിട്ടില്ല എന്ന് പരിതപിക്കുന്ന ചിന്താഗതിയുള്ള ആളുകൾക്ക് നേരത്തെ പറഞ്ഞ ചിന്ത ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ട് ചോദിച്ചിട്ട് കിട്ടുന്നില്ല? അത് അടിമയുടെ സ്വഭാവമല്ല. ഒരു ഉടമ, ഒരു യജമാനൻ എന്ത് കൽപ്പിച്ചാലും ആ കൽപ്പന അനുസരിക്കൽ, അതിനെ തിരസ്കരിക്കാതെ അനുസരിച്ച് മുന്നോട്ട് പോകൽ തൻ്റെ ദൗത്യമാണ്, തൻ്റെ ബാധ്യതയാണ് എന്ന് ചിന്തിക്കുന്ന ചിന്തയാണ് ശരിയായ ചിന്ത. അള്ളാഹുവിനെക്കുറിച്ച് അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ മുഴുസമയവും ആരാധനയാക്കി മാറ്റാൻ നമ്മുടെ എല്ലാ ചലനങ്ങളിലും നിശ്ചലനങ്ങളിലും, നമ്മുടെ ഉറക്കിലും ഉണർവിലും ഇരുത്തത്തിലും കിടത്തത്തിലുമൊക്കെ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടിരിക്കുക ഇബാദത്താണ്. വിശുദ്ധ ഖുർആനിൽ അത് വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. യദ്കുറൂനല്ലാഹ, അള്ളാഹുവിനെ അവർ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കും. ഖിയാമൻ വ ഖുഊദൻ വ അലാ ജുനൂബിഹിം, നിന്നുകൊണ്ട്, ഇരുന്നുകൊണ്ട്, കിടന്നുകൊണ്ടൊക്കെ. ആ പറഞ്ഞതിനർത്ഥം ഒരു മനുഷ്യൻ്റെ ജീവിതം ഒന്നുകിൽ അവൻ നിൽപ്പിലായിരിക്കും, അല്ലെങ്കിൽ കിടപ്പിലായിരിക്കും, അല്ലെങ്കിൽ അവൻ ഇരുത്തത്തിലായിരിക്കും. ഈ അവസ്ഥ മൂന്നും പറഞ്ഞത്
മനുഷ്യൻ്റെ എല്ലാ അവസ്ഥകളിലും എല്ലാ സമയങ്ങളിലും ദിക്റുല്ലാഹിയായി കഴിയണം. ഇതാണ് മഹാന്മാർ പറയുന്നത് അൻ തകൂന ഹിമ്മത്തുഹു ഫിൽ ഇബാദത്തി വ തിലാവത്തിൽ ഖുർആൻ. മൂന്നാമതായി വിജയിക്കാനുള്ള മാർഗം അൻ യകൂന ഖലീലൽ ഖൗലി ഫീമാ ലാ യഹ്താജു ഇലൈഹി. ആവശ്യമില്ലാത്തതിൽ സംസാരിക്കാതിരിക്കുക. ലക്കും ലെവലുമില്ലാതെ ഒരു നിയന്ത്രണവുമില്ലാതെ എന്തിലും ഇടപെട്ട് സംസാരിക്കുന്ന പ്രതീതി ഒരിക്കലും ഒരു വിശ്വാസിയിലുണ്ടായിക്കൂടാ. അത്തരക്കാർക്ക് രക്ഷപ്പെടാൻ വലിയ പ്രയാസമാണ്. അതുകൊണ്ട് ആവശ്യം, അത്യാവശ്യം, അനാവശ്യം എന്ന് മഹാന്മാരൊക്കെ പറയാറുണ്ടല്ലോ. അത്യാവശ്യമുള്ള വിഷയങ്ങളിൽ മാത്രം സംസാരിക്കുക. ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സംസാരിക്കുകയാണെങ്കിൽ അത്യാവശ്യമുള്ളതേ സംസാരിക്കാറുള്ളൂ. അനാവശ്യങ്ങൾ ഒരു നിലക്കും സംസാരിച്ചിട്ടില്ല. എന്നാൽ ആവശ്യമില്ലാത്തത് തന്നെ സംസാരിച്ചു പോകുമോ എന്ന് ഭയന്ന് മഹാനവറുകൾ തൻ്റെ വായക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയത് ചരിത്രത്തിൽ കാണാൻ കഴിയും. അത്രയും വലിയ മഹാന്മാർ, അത്രയും വലിയ സച്ചരിതരായ സ്വഹാബികൾ പോലും ഈ വിഷയത്തിൽ വലിയ ജാഗ്രത വെച്ചു പുലർത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നാവാണ്. നാവ് അതിനെ നമ്മൾ അയച്ചുവിട്ടാൽ അത് മറ്റുള്ളവരിലേക്ക് വിഷം ചീറ്റുന്ന ഏറ്റവും വലിയ സർപ്പമാണ് എന്നാണ് മഹത്തുക്കൾ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നാവുകൊണ്ട് വല്ലതും നമ്മൾ മൊഴിയുന്നുവെങ്കിൽ, ഉച്ചരിക്കുന്നുവെങ്കിൽ, ഉരുവിടുന്നുവെങ്കിൽ അത് ദിക്റുള്ളയാവണം. അള്ളാഹുവിൻ്റെ ദിക്റലായിക്കൊണ്ട് നമ്മുടെ നാവ് നാം പച്ചപിടിപ്പിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നാലാമതായി പറയുന്നത് അൻ യകൂന മുഹാഫിളൻ അലസ്വലവാത്തിൽ ഖംസ്. 5 നേരത്തെ ഫർലാക്കപ്പെട്ട നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെ വളരെ കണിശമായി അത് ഭക്തിയോടെ നിർവഹിക്കണം. കേവലം ശരീഅത്ത് പറഞ്ഞതുപോലെ അവയവങ്ങളെ കൊണ്ടുള്ള പ്രകടനങ്ങൾ മാത്രമായി കൂടാ. ഖുശൂഅ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഭയഭക്തി നിസ്കാരത്തിൻ്റെ സത്തയാണ്, കാതലാണ്. ആ നിലക്കുള്ള നിസ്കാരം നമ്മൾ നിലനിർത്തിയാൽ വിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. ഭക്തിയോടെ നിസ്കരിക്കുന്ന, മനസ്സാന്നിധ്യത്തോടുകൂടി നിസ്കരിക്കുന്ന, ഉദ്ദേശശുദ്ധിയോടുകൂടി നിസ്കരിക്കുന്ന സത്യവിശ്വാസികൾ തീർച്ചയായും വിജയം വരിച്ചിരിക്കുന്നു. മറ്റൊരു സ്ഥലത്ത് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിസ്കാരത്തിലാണെന്നുള്ള ബോധമില്ല, ഞാൻ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണെന്നുള്ള ചിന്തയില്ല, ഭയഭക്തിയില്ല, കപടഭക്തിയോടുകൂടി നിസ്കരിക്കുന്ന ആളുകൾക്ക് വൈലുൻ, നരകത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകമായ ഒരു തെരുവ് തന്നെ അല്ലാഹു തആല ഏർപ്പാടാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ വൈലെന്നു പേരുള്ള നരകം അവർക്ക് അല്ലാഹു സജ്ജമാക്കിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ അത് പറയുമ്പോൾ ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെട്ടു പോകുന്നുണ്ടോ എന്ന് നന്നായി കൂലങ്കഷമായി ആലോചിക്കേണ്ടതുണ്ട്. അതുപോലെ മഹാന്മാർ പറയുന്നു അയ്യക്കൂന വരി അൻ ഫീമാ ഖല്ല ഔ കസുറ മിനൽ ഹറാമി വശുബ്ഹാത്ത്. ഹറാമും ഹലാലും നോക്കാതെ, ശുബ്ഹത്ത് നോക്കാതെ സൂക്ഷ്മതയില്ലാത്ത ജീവിതം ഉണ്ടായിക്കൂടാ. സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് ജീവിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ വിനയാന്വിതനായി ജീവിക്കണം. സജ്ജനങ്ങളുമായിട്ടുള്ള സഹവാസം കൂടുതലുണ്ടാവണം. അതിനാണ് നമ്മുടെ ഈ മഹ്ലറത്തുൽ ബദരിയയിലൂടെ നമുക്ക് സാധ്യമാകുന്നത്. ലമദ് സ്വലാത്ത് ഗ്രൂപ്പ് സംഘടിപ്പിച്ച ആളുകളൊക്കെ ഇത്തരം മജ്ലിസുകളിലൂടെ, ഇത്തരം വാട്സപ്പ് കൂട്ടായ്മകളിലൂടെ സാദാത്തുക്കളുമായി, പണ്ഡിതന്മാരുമായി, വലിയ വലിയ ആലിമീങ്ങളുമായിട്ടുള്ള, സ്വാലിഹീങ്ങളുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ചെടുക്കുന്നു, കണക്ഷൻ ഉണ്ടാക്കുന്നു. സുഹ്ബത്തു സ്വാലിഹീൻ രക്ഷപ്പെടാനുള്ള മാർഗമാണ്. വിനയം രക്ഷപ്പെടാനുള്ള മാർഗമാണ്. അതുപോലെ അയ്യക്കൂന സഖിയൻ കരീമാ, നല്ല പക്വതയോടെ, മാന്യതയോടെ ധർമ്മം ചെയ്യുന്ന, ഔദാര്യത്തിൻ്റെ സ്വഭാവം കാണിക്കുന്ന വ്യക്തികൾ, അത് വിജയത്തിൻ്റെ അടയാളമാണ്, വിജയികളുടെ ലക്ഷണമാണ്. അതുകൊണ്ട് നന്നായി ധർമ്മം ചെയ്യണം. ഇങ്ങനെ
മരണത്തെ ഓർക്കൽ അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണമാണ് അൻ യകൂന ദാക്കിറൻ ലിൽ മൗത്ത്, സദാസമയത്തും മരണത്തെ ഓർത്തുകൊണ്ടിരിക്കുക. പണ്ഡിതനും പാമരനും മുതലാളിക്കും തൊഴിലാളിക്കും കറുത്തവനും വെളുത്തവനും ഏത് ഭരണാധികാരിക്കും ഏത് വ്യക്തിക്കും മരണമുണ്ട്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വ ഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിഹ അനിൻ നാരി വ ഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മത്താഉൽ ഗുറൂർ. ഒരു കബളിക്കപ്പെടുന്ന ഒരു ജീവിതമാണ്, വിഭവമാണ് ഐഹിക ജീവിതം. അതുകൊണ്ട് ആരൊക്കെ നരകത്തിൽ നിന്ന് അകറ്റപ്പെട്ടുവോ, ആരൊക്കെ സ്വർഗത്തിൽ പ്രവേശിക്കപ്പെട്ടുവോ, ഫഖദ് ഫാസ്, അവരൊക്കെ വിജയിച്ചു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗത്തിൽ മഹാന്മാരോടൊന്നിച്ച് സംഗമിക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.